അപ്പോൾ ഇന്നാണ് നമ്മുടെ കല്യാണ ദിവസം. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ സുന്ദരികളായിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് വണ്ടിയിലൊക്കെ കയറി ഇരിക്കുകയാണ്. ഇങ്ങനെയുണ്ട് മിന്നുവിൻ്റെ ലുക്ക്. മിന്നുവിൻ്റെ ലുക്ക് പൊളിയായിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പൊന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓള് ഫേമസ് ആവുള്ളൂ, അതുകൊണ്ട് ഓളെ കാണിക്കരുതെന്ന് പറയാൻ പറഞ്ഞു കേട്ടോ. അങ്ങനത്തെ ഒരു വർത്താനം ആൾക്ക് ഫേമസ് ആവാൻ ഇഷ്ടമല്ലേ, ഇപ്പം എന്താ ഇപ്പം ചെയ്യാലേ. നമ്മളെ സാലിക്ക് ആ വക ഇഷ്ടക്കേടുകളൊന്നുമില്ല കേട്ടോ. മേമാടെ മുന്നിൽ ഏത് നേരം ചിരിച്ച് അങ്ങനെ ഇരുന്ന് തരും. അങ്ങനെ ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലെത്തി. പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു നിക്കാഹ്. അപ്പം ഇതാണ് നമ്മളെ സുന്ദരിയായ മരുമകൾ. അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞ് അവർ ഫോട്ടോ എടുക്കണ തിരക്കിലൊക്കെ ആയിരുന്നു. ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ആദ്യം നമ്മൾ ഫുഡ്, പിന്നല്ലേ ഫോട്ടോ ഒക്കെ. മിന്നുവിന് തീരെ ക്ഷമ ഉണ്ടായിരുന്നില്ല കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ എളുപ്പം ഫുഡ് കഴിച്ച്. പിന്നെ ഇക്കാക്ക നല്ലൊരു പണിയാണ് തന്നു. ഈ അപ്പോക്സ് ചെയ്യാൻ ആൾക്കാർ വരും, ഒന്ന് ചെല്ലുമോ എന്ന് വെച്ചിട്ട്. അപ്പോൾ പിന്നെ വേഗം നമ്മൾ അവിടുന്ന് റൂട്ട് തിരിച്ചു ഇങ്ങോട്ട് ഇക്കാക്കയുടെ വീട്ടിലേക്ക് വന്ന് അവിടെ നിന്ന് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വീണ്ടും നമ്മൾ റിസപ്ഷനിലേക്ക് പോകണം 4 മണിയാവുമ്പോൾ. അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ ഈ കോലത്ത് കിടക്കുന്നതൊക്കെ ഞങ്ങൾ ഒരു വിധത്തിൽ വൃത്തിയാക്കിയെടുത്തു. വൃത്തിയാക്കി ലാസ്റ്റ് ഒരു പെയിൻറ്റ് പണിക്കാരൻ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങളിത് വൃത്തിയാക്കിയിട്ട് കാര്യമില്ല, അവർ തന്നെ ചെയ്തോളൂ പറഞ്ഞു. അപ്പം ഞങ്ങൾ നേരെ റിസപ്ഷനിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ കല്യാണ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.